നമസ്കാരം. ശ്രീകല ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ജഡഭരതാനുചരിതം എന്ന കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാന്യന്റെ ജന്മം കഴിഞ്ഞ് ഭരതൻ ഒരു ഉത്തമ ബ്രാഹ്മണന്റെ പുത്രനായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ചു. അപ്പോഴും ഭഗവത് കൃപയാൽ പൂർവജന്മസ്മരണ നിലനിന്നിരുന്നു. ഇനിയും ബന്ധം വരാതിരിക്കാനായി ആരോടും ചേരാതെ മനസ്സിനെ ഭഗവത് പാദങ്ങളിൽ മാത്രം നിർത്തിക്കൊണ്ട് ജീവിച്ചു. തന്നെ ആരും സ്നേഹിക്കരുതെന്ന് നിശ്ചയിച്ച് ജഡൻ, ഉന്മത്തൻ, അന്ധൻ, ബധിരൻ എന്നിവ പോലെ നടിച്ചു. പുത്രൻ ജഡനെങ്കിലും പുത്രവത്സരനായ പിതാവ് ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്തു. അദ്ദേഹം 4 മാസക്കാലം ഉപദേശിച്ചിട്ടും ഭരതനെ കൊണ്ട് ഗായത്രി മന്ത്രം പോലും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. ഭരതനെപ്പറ്റി ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ട് പിതാവ് മരിച്ചു. തന്റെ ആത്മാലാഭത്തിനു വേണ്ടതൊന്നും ചെയ്യാതെയാണ് അദ്ദേഹം മരിച്ചത്. ഭരതന്റെ സഹോദരന്മാർക്കും അവരുടെ പ്രഭാവം അറിയാൻ കഴിഞ്ഞില്ല. സഹോദരൻ വെറും ജഡനാണെന്ന് തന്നെ അവർ ധരിച്ചു. അതിനാൽ വിദ്യ അഭ്യസിപ്പിച്ചില്ല. പ്രാകൃത ജനങ്ങൾ തന്നെ ഭ്രാന്തൻ, ജഡൻ എന്നെല്ലാം പറയുമ്പോൾ ഭരതനും അതുപോലെ നടിക്കും. ചിലർ അവനെ കൊണ്ട് ബലമായി പണിയെടുപ്പിക്കും. എന്തെങ്കിലും കൂലിയായി കൊടുക്കും. ആ കൂലി കൊണ്ട് നിവൃത്തി നടത്തും. ചിലപ്പോൾ യാചിക്കും. യദൃച്ഛയാ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടും. അതിൻ്റെ ഗുണദോഷം നോക്കാറില്ല. എന്തെന്നാൽ ഭരതന് ശരീരം നിലനിൽക്കണമെന്നല്ലാതെ ഇന്ദ്രിയ പ്രീതിയിൽ ശ്രദ്ധയില്ലല്ലോ. ആ മഹാത്മാവ് സ്വരൂപാനന്ദത്തിൽ തന്നെ സ്ഥിതി ചെയ്തു. കാറ്റും മഴയും വെയിലും കൂട്ടാക്കാതെ കാളയെപ്പോലെ നടക്കും. എങ്കിലും ശരീരം തടിച്ച് ബലിഷ്ഠമായിരുന്നു. ശരീരത്തിലെ അഴുക്ക് കളയുകയില്ല. കയ്യിൽ കിട്ടിയ എന്തെങ്കിലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് നഗ്നത മറയ്ക്കും. പൂണുനൂൽ ചളി പിടിച്ച് കറുത്തിരിക്കും. ഈ വൃത്തികെട്ടവൻ നമ്മുടെ കുലത്തിൽ തന്നെ പിറന്നല്ലോ എന്ന് പറഞ്ഞ് സ്വജനങ്ങൾ അപലപിക്കും. ചിലപ്പോൾ ജ്യേഷ്ഠന്മാർ തന്നെ ഭരതനെ കൊണ്ട് പണിയെടുപ്പിക്കും. പിണ്ണാക്കോ തവിടോ കരിഞ്ഞ ചോറോ മറ്റോ ഭക്ഷണമായി കൊടുക്കും. ഭരതന് ഒന്നിലും ഒരു പരാതിയുമില്ല. ഒരിക്കൽ ഭരതൻ ജ്യേഷ്ഠന്മാരുടെ ആവശ്യപ്രകാരം വയലിൽ കാവൽ നിൽക്കുകയായിരുന്നു. ആ കാലത്ത് ഒരു ശൂദ്രപ്രമാണി സന്താന ലാഭാർത്ഥം ഭദ്രകാളിക്ക് ഒരു നരബലി കൊടുക്കാൻ നിശ്ചയിച്ചു. അതിനായി ബന്ധനത്തിൽ വെച്ചിരുന്നയാൾ ദൈവഹത്യം കൊണ്ട് രക്ഷപ്പെട്ട് ഓടിപ്പോയി. പ്രമാണിയുടെ ഭൃത്യന്മാർക്ക് പരിഭ്രമമായി. അവർ പകരം ഒരാളെ തേടി നടന്നപ്പോൾ ഭരതനെ കാണാനിടയായി. സർവലക്ഷണങ്ങളും തികഞ്ഞ ഭരതനെ സന്തോഷത്തോടുകൂടി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. ഭരതനെ കുളിപ്പിച്ച് കോടി വസ്ത്രം ധരിപ്പിച്ച് മാല ചാർത്തി കളഭമണിയിച്ച് മിഷ്ടാന്ന ഭോജനവും കൊടുത്ത് ഭദ്രകാളിയുടെ സന്നിധിയിൽ ബലിപീഠത്തിലിരുത്തി. പുരോഹിതൻ മന്ത്രം ജപിച്ച് ഭരതന്റെ കഴുത്ത് വെട്ടാനായി വാൾ കയ്യിലെടുത്തു. ഭദ്രകാളി ആകപ്പാടെ നോക്കി. ബ്രഹ്മജ്ഞനെയും ഒരു പ്രാണിക്കും ദോഷം ചെയ്യാത്തവനെയും സർവഭൂത സുഹൃത്തുമായ ഉത്തമ ബ്രാഹ്മണനെ വെട്ടിക്കൊന്ന് തന്റെ പ്രീതി നേടാനാണല്ലോ ഇവരുടെ പുറപ്പാട്. ആപത്കാലത്ത് പോലും ചെയ്യരുതാത്ത അധർമ്മമായിരുന്നു അത്. ദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണ തേജസ്സിൽ ഭദ്രകാളിയുടെ ബിംബം ദഹിച്ചു തുടങ്ങി. ജഗദാംബിക പെട്ടെന്ന് മൂലസ്ഥാനത്തു നിന്നും ചാടിപ്പുറപ്പെട്ട് അമർഷരോഷത്തോടുകൂടി പുരോഹിതന്റെ കയ്യിൽ നിന്നും വാൾ പിടിച്ചു വാങ്ങി. അതുകൊണ്ട് തന്നെ ആ പാപികളുടെ എല്ലാം തലയരിഞ്ഞു. അവരുടെ ചുടുചോര താനും ഭൂതഗണങ്ങളും പാനം ചെയ്തു ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് അവരുടെ തല കൊളുത്തു പന്താടി നൃത്തം ചെയ്തു. അതങ്ങനെ തന്നെ വരുമല്ലോ. മഹാത്മാക്കൾ ചെയ്യുന്ന അപചാരം ചെയ്തവനെ തന്നെ ബാധിക്കും. തന്നെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയപ്പോഴും ബലിപീഠത്തിലിരുത്തി വാൾ ഓങ്ങിയപ്പോഴും ഭദ്രകാളി ഭയങ്കരമായി സംഹാരലീല നടത്തിയപ്പോഴും മഹാനുഭാവനായ ഭരതൻ ലേശം പോലും ചലിച്ചില്ല. തന്നെ വധിക്കാൻ പുറപ്പെട്ടവരോട് അല്പവും ദ്വേഷം തോന്നിയതുമില്ല. മഹാത്മാക്കളിൽ ആശ്ചര്യമല്ല. ദേഹാഭിമാനം നശിച്ച് ഹൃദയഗ്രന്ഥിയെ പൊട്ടിച്ചെറിഞ്ഞ മഹാത്മാക്കൾ തങ്ങൾ തന്നെയാണ് സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നതെന്ന് സ്പഷ്ടമായി അറിയുന്നു. തങ്ങളിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് രാഗദ്വേഷങ്ങൾക്ക് സ്ഥാനമില്ല. അവർ ഭഗവാന്റെ പ്രണയപ്രിയന്മാരാണ്. അവരെ രക്ഷിക്കുന്നതിൽ പ്രഭു ജാഗരൂകനായിരിക്കുന്നു. അതിനായി ശ്രീഹരി ചക്രായുധമായി അവരെ സന്തതം അനുഗമിക്കുന്നു. ഇവിടെയും തന്തിരുവടി തന്നെയാണ് ഭദ്രകാളിയുടെ രൂപത്തിൽ വന്ന് പ്രിയഭക്തനെ രക്ഷിച്ചത്. ആ ഭക്തവത്സലന്റെ പാദമൂലങ്ങളെ സർവാത്മന വിശ്വസിച്ച്
പ്രേമപൂർവ്വം ആശ്രയിക്കുക മാത്രമാണ് ഭക്തന്റെ ധർമ്മം. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.